എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ രുചികരവും എളുപ്പത്തിലും തയ്യാറാക്കാവുന്ന മസാല ദോശയുടെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത്. മസാല ദോശ റെഡിയാക്കുന്നതിനുള്ള മാവ് റെഡിയാക്കാൻ 2 കപ്പ് പച്ചരി കഴുകി കുതിർക്കാൻ വെക്കണം. മാവിന് ആവശ്യമായിട്ടുള്ള 1/2 കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇവ രണ്ടും കൂടി നന്നായി കഴുകി 4-5 മണിക്കൂർ കുതിർക്കാനായിട്ട് വയ്ക്കാം. പച്ചരി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇവ ഓരോന്നായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. 1/2 കപ്പ് ചോറ് കൂടി ചേർത്ത് വേണം അരക്കാനായിട്ട്. ഈ മാവ് അരച്ചെടുക്കുന്നതിനായിട്ട് 1/4 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തരികളൊന്നുമില്ലാതെ അരച്ചെടുത്ത മാവ് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. ഈ മാവിൽ ഉപ്പ് ചേർക്കാതെയാണ് പുളിച്ച് പൊങ്ങുന്നതിനായിട്ട് മാവ് മാറ്റി വയ്ക്കുന്നത്. മസാല തയ്യാറാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ: 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ചെറിയ കഷ്ണം ഇഞ്ചി, 4 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, വലിയൊരു സവാളയാണ് എടുത്തിട്ടുള്ളത്, അതും ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്, 1 തണ്ട് കറിവേപ്പില, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും 1/2 ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കുക. ഉഴുന്നിൻ്റെ കളറൊന്ന് ചേഞ്ചായി വരുമ്പോഴേക്കും നേരത്തെ അരിഞ്ഞു വെച്ച വേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കുക. ഇവ വഴന്നു വരുന്നതിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ മസാലയിൽ പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എരിവിന് അനുസരിച്ച് വേണം പച്ചമുളക് ചേർത്ത് കൊടുക്കാൻ. സവാള വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കാം. നേരത്തെ വേവിച്ച് വെച്ച 2 ഉരുളക്കിഴങ്ങ് ഉടച്ചത് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 കപ്പ് തിളച്ച വെള്ളമാണ്. തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുത്താൽ മാത്രമേ ഈ മസാലയ്ക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. തിളച്ച വെള്ളം ചേർത്തതിന് ശേഷം മസാല യോജിപ്പിച്ചെടുക്കണം. മസാല ഒരുപാടങ്ങ് ഡ്രൈ ആകേണ്ടതില്ല. മസാല ഈ ഒരു പാകത്തിന് വേണം നമുക്ക് എടുക്കാൻ. മസാല റെഡി ആയിട്ടുണ്ട്. ഇത് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അരച്ചു വെച്ച മാവ് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മാവ് തയ്യാറായിട്ടുണ്ട്. മസാല ദോശ തയ്യാറാക്കി തുടങ്ങാം. ചൂടായ പാനിലേക്ക് 1 തവി മാവ് ചേർത്ത് കൊടുക്കാം. ഈ തവി കൊണ്ട് തന്നെ മാക്സിമം കനം കുറച്ച് വേണം മാവ് പരത്തിയെടുക്കാനായിട്ട്. ഈ ദോശ മൊരിഞ്ഞ് വരുന്നതിന് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ്ക്ക് പകരം വേണമെങ്കിൽ ബട്ടറും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മൊരിഞ്ഞ് വന്ന ദോശയിലേക്ക് മസാല ചേർത്ത് കൊടുക്കണം. മസാല നടുഭാഗത്ത് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ദോശ ഒന്ന് 2ആയിട്ട് മടക്കിയെടുക്കാം. മടക്കിയെടുത്ത മസാല ദോശ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ തന്നെ എല്ലാ മസാല ദോശയും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. കുറഞ്ഞ ചേരുവകൾ കൊണ്ടാണ് ഈ മസാല ദോശയിലെ മസാല തയ്യാറാക്കിയിട്ടുള്ളത്. ഈ മസാല ദോശയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെയും ബൈ ബൈ.